എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസത്തിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ ചില മനുഷ്യരുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്നാണ് ജ്യോതിഷശാസ്ത്രം സൂചിപ്പിക്കുന്നത്. ചിലർക്ക് ഇത് സാധാരണ ദിവസങ്ങളായിരിക്കാം, എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഭാഗ്യകാലത്തിൻ്റെ തുടക്കമായിരിക്കും. ഈ സമയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ അനിശ്ചിതത്വങ്ങൾ, കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാരണം ജീവിതത്തിൽ തളർന്നു നിൽക്കുന്നവർക്ക് ഇനി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ഗുരു, ശനി, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ വന്നു ചേരാറുണ്ട്. 2026 ജൂൺ മാസത്തിൽ അത്തരമൊരു ദിവ്യ സമയമാണ് ആരംഭിക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഇതുവരെ അടഞ്ഞുകിടന്ന ഭാഗ്യവാതിലുകൾ തുറക്കപ്പെടും. അവർ സ്വപ്നം കണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമായി തുടങ്ങും. കാത്തിരിപ്പുകൾക്ക് ഫലം ലഭിക്കും. വർഷങ്ങളായി അധ്വാനിച്ചിട്ടും ഫലം ലഭിക്കാതെ വിഷമിച്ചവർക്ക് ഇനി ജീവിതം ചിരിക്കാൻ തുടങ്ങും. ഇത് വെറും പണസമ്പാദ്യത്തിൻ്റെ മാത്രം സമയമല്ല. മനസ്സമാധാനം, കുടുംബ സൗഹൃദം, തൊഴിലുയർച്ച, ആത്മവിശ്വാസം, സമൂഹത്തിൽ അംഗീകാരം, ദൈവാനുഗ്രഹം എന്നിവ ഒരുമിച്ച് ലഭിക്കുന്ന അതുല്യ കാലഘട്ടമാണ് ചിലർക്കായി തുറക്കപ്പെടുന്നത്. പലരും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ജ്യോതിഷം പറയുന്നത് ഓരോരുത്തർക്കും ഉയർച്ചയുടെ ഒരു സമയം ഉണ്ടെന്നതാണ്. ആ സമയം എത്തുമ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇരുണ്ട രാത്രിക്ക് ശേഷം പുലരി വരുന്നത് പോലെ ദുരിതങ്ങൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ കാലമെത്തും. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരത്തിൽ മഹാഭാഗ്യം തുറക്കാൻ പോകുന്ന ചില നക്ഷത്രങ്ങളെയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതികൾ, കുടുംബ സന്തോഷങ്ങൾ, വിദേശ യോഗങ്ങൾ, ആരോഗ്യപരമായ ആശ്വാസങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതോടൊപ്പം ഈ ഭാഗ്യകാലം കൂടുതൽ ശക്തമാക്കാൻ ചെയ്യേണ്ട ചില വഴിപാടുകളും ആത്മീയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം അവസാന നിമിഷം വരെ നിങ്ങൾക്കായി അത്ഭുതകരമായ സൂചനകൾ കാത്തിരിക്കുന്നു. ജീവിതത്തിൽ ചില സമയങ്ങൾ വരും, അപ്പോൾ ഒരാൾ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയായി മുന്നോട്ട് പോകില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാതെ വരും. വിശ്വസിച്ച ആളുകളിൽ നിന്ന് പോലും വഞ്ചന നേരിടേണ്ടി വരും. കടങ്ങൾ വർദ്ധിക്കും. മനസ്സിൽ നിരാശ നിറയും. എന്നാൽ ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ഒരേ അവസ്ഥ ഒരാൾക്കും ശാശ്വതമായി തുടരില്ല എന്നതാണ്. കാലം മാറും, ഗ്രഹനില മാറും, അതിനനുസരിച്ച് ജീവിതവും മാറും. 2026 ജൂൺ മാസം ആരംഭിക്കുന്ന ഈ കാലഘട്ടം അത്തരത്തിൽ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാൻ പോകുന്ന ചില നക്ഷത്രക്കാർക്ക് അത്യന്തം നിർണായകമായിരിക്കും. ആദ്യമായി പറയേണ്ടത് പുണർദം നക്ഷത്രക്കാരെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നേരിട്ടവരാണ് ഇവരിൽ പലരും. ഒരു കാര്യം തുടങ്ങുമ്പോൾ മറ്റൊരു തടസ്സം വന്നിരിക്കും. ജോലിയിൽ സ്ഥിരത ഇല്ലായിരിക്കും. മനസ്സിൽ എന്നും ഒരു ഭയമായിരിക്കും. എൻ്റെ ജീവിതം എപ്പോഴാണ് ശരിയാകുന്നത് എന്ന ചോദ്യവുമായി കഴിയുന്ന നിരവധി ആളുകൾക്ക് ഇനി പ്രതീക്ഷയുടെ വാതിൽ തുറക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം കടന്നുവരും. ഇതുവരെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടും. പലർക്കും തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. വർഷങ്ങളായി കാത്തിരുന്ന പ്രമോഷൻ വരെ ലഭിക്കാം. ചിലർക്ക് പുതിയ ജോലിക്ക് അവസരം ലഭിക്കും. വിദേശ കമ്പനികളിൽ നിന്നുള്ള ഓഫറുകളും വരാനും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഇതൊരു സുവർണ കാലഘട്ടമായിരിക്കും. മുൻപ് നഷ്ടത്തിലായിരുന്ന സ്ഥാപനങ്ങൾ പോലും വീണ്ടും ലാഭത്തിലേക്ക് മാറും. പുതിയ ഓർഡറുകൾ ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി മാറി തുടങ്ങും. കടം വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ വിജയത്തിലേക്ക് നീങ്ങും.
അതിലും പ്രധാനമായി ഏറെ നാളായി തിരികെ ലഭിക്കാതെ കിടന്ന പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് കോടതി വഴക്കുകളിൽ അനുകൂല വിധിയും ലഭിച്ചേക്കാം. ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം ലഭിക്കും. മാനസിക സമ്മർദ്ദം കുറയും. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകലം മാറും. ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകുന്ന ഒരു സമയവുമാണിത്. ഇനി അടുത്തതായി മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അതിലും അതിശയകരമാണ്. രാജകീയമായ ഉയർച്ചകളാണ് അനുഭവിക്കാൻ പോകുന്ന സമയം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും. ഇതുവരെ ആരും വില കൽപ്പിക്കാത്ത ഒരാൾ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാകുന്ന അവസ്ഥയിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകും. ചിലർക്ക് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുകൂലമായി തീരും. പ്രതീക്ഷിക്കാതെ വലിയൊരു ധനലാഭം ലഭിക്കാനും സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വഴികൾ തുറക്കും. പഠനത്തിനായോ ജോലിക്കായോ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകും. വിവാഹം മുടങ്ങി നിന്നവർക്ക് നല്ല ആലോചനകൾ വരും. സന്താന ഭാഗ്യം കാത്തിരുന്നവർക്ക് പ്രതീക്ഷകൾ സഫലമാകും. മകം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. അവർ കൈവയ്ക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് പോകും. എന്നാൽ ഈ ഭാഗ്യം നിലനിർത്താൻ വിനയം അത്യാവശ്യമാണ്. ദൈവാനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് അഹങ്കാരം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതവും ഇനി വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും ഇവർ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല എന്ന ചോദ്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ കാലം മാറുകയാണ്. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ശത്രുതകൾ അവസാനിക്കും. നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിച്ചവർ തന്നെ നിങ്ങളുടെ വിജയത്തെ അംഗീകരിക്കേണ്ട സാഹചര്യം വരും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. സർക്കാർ ജോലികൾക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാം. സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് ഇനി പൂരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. കടബാധ്യതകൾ കുറയും. വരുമാനം വർദ്ധിക്കും. പലർക്കും രണ്ടാമത്തെ വരുമാന മാർഗം തുറക്കും. ചിലർക്ക് സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബിസിനസ്, കലാരംഗം, എഴുത്ത്, സംഗീതം തുടങ്ങിയ മേഖലകളിൽ നിന്നും വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ കുറയും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും. മാതാപിതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും. ഇനി അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയം അതീവ ശക്തിയേറിയതാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും ഇനി അവസാനമാകുന്ന സൂചനകളാണ് കാണുന്നത്. തൊഴിലന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കും. ചിലർക്ക് വിദേശത്ത് സ്ഥിരതാമസം നേടാനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ സമാധാനം തിരിച്ചു വരും. ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. ദീർഘകാലമായി ചികിത്സയിലായിരുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കാം. ആത്മീയതയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കും. ദൈവാനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാമ്പത്തികമായി വലിയ ഉയർച്ച ലഭിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. പുതിയ വീട് വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. ജീവിതത്തിൽ ആദ്യമായി ഒരു സുരക്ഷിതത്വ ബോധമുണ്ടാകും. ഇനി ഞാൻ തകരില്ല എന്ന ആത്മവിശ്വാസം ഇവരിൽ വളരും. അതോടൊപ്പം കുടുംബാംഗങ്ങൾക്കും ഈ ഭാഗ്യത്തിന്റെ ഗുണം ലഭിക്കും. വീട്ടിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായി അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതം ഇനി മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. സാമ്പത്തികമായി ഏറ്റവും ശക്തമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരിൽ ഇവരും ഉൾപ്പെടുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ലാഭം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് വളരെ നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ചിലർക്ക് മാനേജ്മെന്റ് തലത്തിലുള്ള സ്ഥാനങ്ങൾ ലഭിക്കാം. കലാരംഗത്തുള്ളവർക്കാണെങ്കിൽ പ്രശസ്തി വർദ്ധിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സമൂഹത്തിൽ വളരെയധികം വലിയ അംഗീകാരം ലഭിക്കും. മുമ്പ് അവഗണിച്ചവർ പോലും ഇവരുടെ സഹായം തേടിയെത്തും.
കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും, സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ചിലർക്ക് പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കാൻ കഴിയും. ജീവിതമാകെ ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുന്ന അനുഭവമായിരിക്കും ലഭിക്കുക. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ജ്യോതിഷ പ്രവചനങ്ങൾ പൊതുവായ ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശകാലങ്ങൾ, ഗ്രഹസ്ഥിതികൾ, പൂർവകർമ്മങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലർക്കിത് ഉടൻ ഫലം നൽകാം, ചിലർക്ക് ചെറിയ താമസം ഉണ്ടായേക്കാം. എന്നാൽ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മവിശ്വാസവും ദൈവവിശ്വാസവുമാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് ഈ കാലഘട്ടം വലിയ അനുഗ്രഹമായി മാറും. ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും പ്രാർത്ഥനകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നവഗ്രഹ പൂജകൾ, ദേവീക്ഷേത്ര ദർശനങ്ങൾ, ഗണപതി ഹോമം എന്നിവ മനസമാധാനം നൽകുകയും ഭാഗ്യശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന വിശ്വാസവുമുണ്ട്. കൂടാതെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക, ദാനം ചെയ്യുക, ആവശ്യമുള്ളവരെ സഹായിക്കുക തുടങ്ങിയ നല്ല പ്രവൃത്തികൾ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. 2026 ജൂൺ മാസത്തോടെ ആരംഭിക്കുന്ന ഈ പുതിയ ഘട്ടം പലർക്കും ജീവിതത്തിന്റെ വഴിത്തിരിവായിരിക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വപ്നങ്ങൾ വീണ്ടും ജീവിക്കും. ചിലർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും, ചിലർ കുടുംബ സന്തോഷം വീണ്ടെടുക്കും, ചിലർ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടും. ഏറ്റവും പ്രധാനമായി എൻ്റെ ജീവിതവും മാറാമെന്ന പ്രതീക്ഷ വീണ്ടും ജനിക്കും. അതാണ് ഈ ഗ്രഹമാറ്റത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ 2026 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന ഈ പുതിയ കാലഘട്ടം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നുവെന്നാണ് ജ്യോതിഷ സൂചനകൾ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി കഷ്ടപ്പാടുകളും കണ്ണീരും മാത്രം കണ്ടവർക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകളിലേക്ക് എത്താം. സാമ്പത്തിക പ്രതിസന്ധികൾ മാറി സമൃദ്ധിയിലേക്ക് നീങ്ങാം. ജോലി, ബിസിനസ്, കുടുംബം, ആരോഗ്യം, വിദേശയോഗം, ദൈവാനുഗ്രഹം തുടങ്ങി ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭാഗ്യം വാതിൽ തുറക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ മനസ്സും തയ്യാറായിരിക്കണം. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകുന്നവർക്ക് ഈ സമയം വലിയ അനുഗ്രഹമായി മാറും. ദൈവവിശ്വാസവും പോസിറ്റീവ് ചിന്തയും നല്ല പ്രവൃത്തികളും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുള്ളവയാണ്. ജ്യോതിഷം വഴികാട്ടലാണ് നൽകുന്നത്, എന്നാൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. പുതിയ അവസരങ്ങൾ വന്നാൽ ഭയപ്പെടാതെ സ്വീകരിക്കുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. കാരണം പലപ്പോഴും ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് ഏറ്റവും മനോഹരമായ പുലരി വരുന്നത്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ആ ഭാഗ്യനിമിഷം ഇനി വളരെ അടുത്തായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം കമന്റിലൂടെ അറിയിക്കാനും ശ്രമിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം എപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.